സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും പുനർനിയമനത്തിൽ സർക്കാർ നിർദ്ദേശം തള്ളി. VC ആണ് നിർദ്ദേശം തള്ളിയിരിക്കുന്നത്. നിർദ്ദേശം നിയമപരമായി നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് VCയുടെ നിലപാട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് അംഗീകരിച്ചില്ല. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത, എന്താണ് മറ്റു വിവരങ്ങൾ? VC എതിർത്തതോടെ ഇപ്പോൾ KTUവിൽ രജിസ്ട്രാർക്കും പരീക്ഷാ കൺട്രോളർക്കും പുനർനിയമനമല്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇരുവരുടെയും വിരമിക്കൽ അത് പൂർണ്ണമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച പുനർനിയമനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് VCയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തിരിച്ചടി അല്ലെങ്കിൽ സർക്കാർ നൽകിയ നിർദ്ദേശത്തെ VC മറികടന്നതോടെ സർക്കാരിന് തിരിച്ചടി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രായിരുന്ന ഡോക്ടർ A പ്രവീണനും പരീക്ഷാ കൺട്രോളർ ഡോക്ടർ അനന്തലക്ഷ്മിക്കും പുനർനിയമനം നൽകണമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് VCക്ക് അതായത് കെ ശിവപ്രസാദിന് നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് അംഗീകരിക്കാതെ പോകുകയായിരുന്നു. സർക്കാർ നിർദ്ദേശം നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് VC ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചത്. പരീക്ഷാ കൺട്രോളർ കാലാവധി കഴിഞ്ഞ ജനുവരി 24 അവസാനിച്ചിരുന്നു. രജിസ്ട്രാറുടേത് ഇന്നത്തോടെയും കൂടി രജിസ്ട്രാറുടെ കാലാവധിയും അവസാനിച്ചു. കഴിഞ്ഞ 16 ചേർന്ന സിൻഡിക്കേറ്റ് യോഗം VC പിരിച്ചുവിട്ടതോടെ സർക്കാരും VCയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇതിനുശേഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് ഈ പരീക്ഷാ കൺട്രോളർക്കും രജിസ്ട്രാർക്കും പുനർനിയമനം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരുന്നു. ഇത് നിയമവിരുദ്ധ സിൻഡിക്കേറ്റ് യോഗം എന്ന നിലയിൽ VC റദ്ദാക്കുകയും ഈ തീരുമാനങ്ങൾ റദ്ദാക്കിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ VCയുടെ ഉത്തരവ് തരണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ വരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സമീപിച്ചിരുന്നെങ്കിലും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ സർക്കാരിന്റെ നിർദ്ദേശം പൂർണ്ണമായി തള്ളുന്ന സാഹചര്യം എന്നതോടെ പൂർണ്ണമായും സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.